എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പോകുന്നത് കൊല്ലംകോട്ടേക്കാണ്. കൊല്ലംകോട്ടേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ ഒന്നല്ല, കൊല്ലംകോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ കാലമായിട്ട് പോകാൻ ആഗ്രഹിച്ച് വെച്ചിരുന്ന, എന്നാൽ പോകാൻ പറ്റാത്ത ഒരു സ്ഥലമായിരുന്നു. അവിടേക്കാണ് ഇന്ന് പോകുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഇത്തിരി സ്പെഷ്യൽ തന്നെയാണ്. പോകുന്ന വഴിയിൽ നല്ല രീതിയിൽ റോഡ് പണിയൊക്കെ, ഹൈവേയിലൊക്കെ നല്ല പണികൾ നടക്കുകയാണ്, റോഡ് പണിയൊക്കെ നടക്കുകയാണ്. ഇതിനു മുമ്പ് നിങ്ങൾ വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടാവും. പാലിക്കര ടോൾ പാസയിലുള്ള, അതായത് അവിടെ റോഡ് പണി കഴിയാത്തത് കാരണം അത് അടച്ചിടേണ്ടി വന്ന അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈവേ ആണ്. ഈ റോഡ് പണിയൊന്നും ഇല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റിയ അത്രയും നല്ല ഒരു ഹൈവേ ആണിത്. പിന്നെ ഈ ഒരു പാലം ഞാൻ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ പാലത്തിൻ്റെ ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വഴി കൂടെ ഇപ്പോൾ പോകുമ്പോഴും ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അത്രയും ഭംഗിയുള്ള ഒരു പാലമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. കുതിരാനൊക്കെ എത്രയൊക്കെ മുമ്പാണ്. അപ്പം അങ്ങനെ നമ്മൾ കുതിരാനിലെത്തി. കുതിരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടാണ് ശരിക്കും കുതിരാൻ. അതായത് കുറേ കാലം മുമ്പേ കുതിരാനെ കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു. പക്ഷെ അത് പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 2018-19 ആയി. അതിൻ്റെ ഇടയിൽ പ്രളയം വന്നിട്ട് അതൊരുവട്ട് അടഞ്ഞു പോയി. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായി. എന്നിട്ട് അത് പൂർത്തിയായിട്ട് തൃശ്ശൂർക്കാരുടെ ആ ഒരു സ്വപ്നം ശരിക്കും പൂവണിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ കുതിരാനിലുള്ള ഈ യാത്ര എക്സ്പ്ലോർ ചെയ്യാത്ത ആളുകളാണ് എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ഈ വഴി പോകുമ്പോൾ എങ്ങാനും നമ്മുടെ വഴിയൊക്കെ അടഞ്ഞു പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു വഴി കാണുന്നില്ലേ, ആ വഴി കൂടെ അപ്പുറത്തേക്ക് കടക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ കുതിരാനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അകത്തേക്ക് കയറുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ്, ഒരു പ്രത്യേക രസം തന്നെയാണ്, ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നിങ്ങൾ കണ്ടില്ലേ ആ ഒരു എന്താ പറയുക, മുന്നിൽ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ് എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അപ്പോൾ അങ്ങനെ കുതിരാനൊക്കെ കഴിഞ്ഞ് അടുത്ത ടോൾ പ്ലാസ, വടക്കഞ്ചേരി അടുത്തുള്ള ഒരു ടോൾ പ്ലാസയൊക്കെ എത്തി. അവിടെ ടോൾ പ്ലാസയിൽ ടോളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ബൈക്കിലൊരു പിന്നെ എന്തിനാണ് ടോൾ കൊടുക്കണേ. അങ്ങനെ ടോളൊന്നും കൊടുക്കാണ്ട് ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശന്നപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി കഞ്ഞിയായിരുന്നു. കടയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാനത് ശരിക്കും വായിച്ചില്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി. പക്ഷെ സൂപ്പർ കഞ്ഞിയായിരുന്നു. അതിൽ മോരൊക്കെ ചേർത്ത്, അതുപോലെ ഒരു ഓംലേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓംലേറ്റ് വന്നില്ല, താറാമുട്ട ഓംലേറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. നല്ല അടിപൊളി ഓംലേറ്റ് ആയിരുന്നു. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ പാലക്കാട് എത്തിയത് തന്നെ അറിഞ്ഞില്ല. അതായത് ആ ഹൈവേ അത്രയും സ്പീഡാണെന്നാണ് അതിൻ്റെ അർത്ഥം. ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കും. പാലക്കാട് എത്തിയപ്പോൾ തന്നെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട്. പാടങ്ങളുടെ ഭംഗി മാത്രമല്ല, ശരിക്കും വയലുകളുടെ ഭംഗി മാത്രമല്ല, ഇതുപോലെയുള്ള ഭംഗിയും നമുക്ക് പാലക്കാട് കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള ഭംഗി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണാം, ഈ രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കുറച്ചും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിമ്പനകളും അതുപോലെ തന്നെ തെങ്ങുകളും അതൊക്കെ നിന്നുകൊണ്ട് പാലക്കാടിൻ്റെ വേറൊരു തലത്തിലേക്ക് പോകുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആകെ സഹിക്കാൻ പറ്റാത്തത് ചൂട് മാത്രമാണ്. ആ ചൂട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഈ വഴി കൂടെ പോകാന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നെന്മാറ എത്തി. നെന്മാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലംകോട് എത്തുന്നതിനൊക്കെ മുമ്പുള്ള പാലക്കാടിലൊരു ടൗണ് തന്നെയാണ്. നെന്മാറ വേലയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതൊക്കെ ഭയങ്കര പ്രസിദ്ധം. എന്തായാലും ഞാൻ പോയപ്പോൾ എന്താ പറയുക, സ്കൂളൊക്കെ വിട്ട സമയമായിട്ടാണ്. 2:30 സ്കൂൾ വിടുന്ന ഏത് സ്കൂളാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഇതൊരു വലിയൊരു ടൗൺ തന്നെയാണ് ഈ നെന്മാറ എന്ന് പറഞ്ഞത്. അപ്പോഴേക്കും നെന്മാറ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമ്മൾ പാലക്കാടിൻ്റെ തനത് ഭംഗിയിലേക്ക്, അതായത് ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ടാവും തെങ്ങ്, കരിമ്പന, അതുപോലെ വയലുകൾ, പാടങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, വെള്ളം, അങ്ങനെ എല്ലാം കാണുന്നുണ്ടാവും. ഇത് പാലക്കാടിൻ്റെ തനതായിട്ടുള്ള ഒരു ഭംഗി തന്നെയാണ്. ഇതാണ് ശരിക്കും പാലക്കാട് എന്ന് പറയുന്നത്. ഈ ഒരു ഭംഗിയാണ് ശരിക്കും പാലക്കാടിനെ പാലക്കാടാക്കുന്നത്. കരിമ്പനകളുടെ നാടാണ് ശരിക്കും പാലക്കാട്. തമിഴ്നാട്ടിലും അതുപോലെ പാലക്കാടൊക്കെയാണ് ഈ കരിമ്പനകളിൽ. എനിക്ക് ഈ പനന്തൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ പനങ്ങളിൽ കിട്ടും, പനം കൽക്കണ്ടം കിട്ടും, അതുപോലെ ശർക്കര കിട്ടും. ഈ സംഭവങ്ങളൊക്കെ ഈ കരിമ്പനയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അറിയാത്തവരാരും ഉണ്ടാവാൻ വഴിയില്ല, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രമാണ്. അങ്ങനെ ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് വേറെ ലെവൽ റോഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൻ്റെ വേറെ ഏത് ജില്ലയിൽ പോലും ഇത്ര നല്ല റോഡുകൾ ഞാൻ കണ്ടിട്ടില്ല. പാലക്കാട് മിക്ക റോഡുകളും ഈ പറഞ്ഞ പോലെ, അത് വണ്ടികളുടെ തിരക്ക് കുറവായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ പൊതുവെ നല്ല റോഡാണ്. അതുപോലെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നത്, ഈ വയസ്സൊക്കെ കണ്ടില്ല എന്ത് മര്യാദയില വരണേ. അതായത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നടക്കുന്ന ആളുകളില്ലേ, അവരൊക്കെ ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത്. നമുക്ക് ശല്യമൊന്നും ഇല്ലാണ്ട് ബസ്സുകളൊക്കെ അത്രയും സെറ്റായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതുപോലെ പൊതുവെ വണ്ടികൾ ഇത്തിരി കുറവായതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് ഇത്രയും റോഡൊക്കെ ഭംഗിയിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ കൊല്ലംകോടാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത്. കൊല്ലംകോട് ടൗണാണ് ഈ കാണുന്നത്. കൊല്ലംകോട് ടൗണിൻ്റെ ആ ഒരു സൗന്ദര്യമാണ് കാണുന്നത്. ഒരു തമിഴ് പശ്ചാത്തലം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കാരണം തമിഴ്നാട്ടിൽ നിന്ന് അധികം ദൂരത്തല്ല കൊല്ലംകോട് കിടക്കുന്നതാണ് ഇതിൻ്റെ സത്യം. ഇവിടെ ആളുകളുടെ വേഷഭൂഷാദികളൊക്കെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. തമിഴ്നാടിൻ്റെ ആ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാണ്ട് തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിയന്മാർ തന്നെയാണ്, അനിയന്മാരല്ല ചേട്ടന്മാർ തന്നെയാണ്. നമ്മളൊക്കെ ഒരു
ബന്ധുക്കളാണ്, ദ്രാവിഡ മക്കൾ തന്നെയാണ് നമ്മളൊക്കെ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ സത്യം. തമിഴ്നാടും കേരളവും ഒന്നും അങ്ങനെ അത്ര വ്യത്യസ്തപ്പെട്ട് കിടക്കേണ്ട ആളുകളല്ല. കൊല്ലങ്കോട് ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ടൗൺ ആണ് കേട്ടോ. വലിയ ശല്യങ്ങളൊന്നും ഇല്ലാണ്ട്, വണ്ടികളോ ഒച്ചയോ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത നല്ലൊരു ടൗൺ ആയിട്ടാണ് കേട്ടോ എനിക്ക് കൊല്ലങ്കോട് ടൗൺ തോന്നിയത്. അങ്ങനെ പോകുന്ന വഴിയിൽ നല്ലൊരു മസ്ജിദ് കണ്ടു. ശരിക്കും ഉച്ച നേരം ആയതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ സമയം രാവിലെ സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് അടിച്ച് പൊളിച്ച് ഈ ഒരു മസ്ജിദൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരിക്കില്ലേ? നിങ്ങൾ നോക്കി എന്ത് ഭംഗിയായിരിക്കും. നമ്മൾ രാവിലെ വരണം ശരിക്കും ഇതൊക്കെ കാണണമെങ്കിൽ. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 7 മണി നേരത്തൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഇതിന്റെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് വരാൻ പറ്റും. ഇപ്പൊ നമ്മള് കൊല്ലങ്കോടിന്റെ ഏറ്റവും ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ പോവാണ്. കൊല്ലങ്കോടിന്റെ അടുത്ത് തന്നെ ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ് കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലം കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടേക്കാണ് ആദ്യം നമ്മൾ കൊല്ലങ്കോടിൽ എനിക്ക് കൊല്ലങ്കോടിനെ കുറിച്ച് മുമ്പ് അറിയില്ല. ഞാൻ പറഞ്ഞു ഇഷ്ടംപോലെ വട്ടം നെല്ലിയാമ്പതി വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ കൊല്ലങ്കോട് വന്നിട്ടില്ല. കൊല്ലങ്കോട് ഈ അടുത്തൊക്കെയാണല്ലോ ഫേമസ് ആയിട്ടുള്ള. ഇത് മാത്രമല്ല എനിക്കിപ്പോഴാണ് വരാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ കൊല്ലങ്കോട്ടിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് ആദ്യം കാണാൻ പറ്റിയത് ഈ കുടിലിടമാണ്. കുടിലിടത്തില് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നെല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. നെല്ലൊക്കെ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് മട്ടരിയാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ കൊല്ലങ്കോടിന്റെ ആ ഒരു ഭംഗി കാണാൻ വേണ്ടി ഞാൻ ആദ്യം കാലുകുത്തിയ സ്ഥലം എന്ന നിലയ്ക്ക് എനിക്ക് നല്ലൊരു എന്താ പറയുക ഒരു അതിശയോക്തി കലർന്ന ഒരു സംഭവമായിരുന്നു. എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളൊരു സംഭവം എനിക്ക് ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് ഇവിടെ കുടിലിടം പേര് കേൾക്കുന്നത് പോലെ തന്നെ വയലുകൾക്കിടയിൽ കുടിലുകൾ അങ്ങനെയുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കിയിരിക്കുകയാണ്. ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണം എന്ന് മനസ്സിലായി. അങ്ങനെ 30 രൂപ കൊടുത്ത് നല്ല ടിക്കറ്റ് എടുത്തു. നല്ല ടിക്കറ്റ് എന്നൊക്കെ ഞാൻ വെറുതെ അതിശയോക്തിക്ക് പറയുന്നതാണ് കേട്ടോ. ടിക്കറ്റ് 30 രൂപ ചേച്ചിയോട് ചോദിച്ചിട്ട് ചേച്ചി നല്ല സ്നേഹത്തിലാണ് പറഞ്ഞത് 30 രൂപ ടിക്കറ്റ് മോനെ. അപ്പോൾ 30 രൂപ ഞാൻ കൊടുത്തു. 30 രൂപ കൊടുത്തപ്പോൾ ടിക്കറ്റ് എനിക്ക് കിട്ടി. ടിക്കറ്റ് സ്വാഭാവികമായിട്ട് കിട്ടല്ലോ. ടിക്കറ്റ് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടണല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ശരി. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ആദ്യം കാണുന്ന കാഴ്ച ഇതാണ്. മുന്നിൽ കുറെ തെങ്ങും പനയൊക്കെ ആയിട്ടുള്ള ആ ഒരു സംഭവം. അതുപോലെ തന്നെ ഒരു കുടില് പോലത്തെ ഒരു ഗേറ്റ് സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് അതുപോലെ തവളക്കിണർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത്. ഈ കുടിലിടത്തിന്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ആദ്യം കാണുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്ന സംഭവം ഇത് തന്നെയാണ്. എനിക്ക് ഈ തവളക്കിണർ കണ്ടപ്പോൾ എന്താണ് അതിന്റെ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ ആഴത്തിലുള്ള ഒരു കിണർ എന്നുള്ള രീതിയിലുള്ള സംഭവമാണ് എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അവിടെ ചെന്നെത്തിയപ്പോൾ എനിക്ക് കുറച്ച് വിഷമമായ കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നു കയറിയ സമയം അത്ര നന്നല്ല എന്ന് തന്നെയാണ്. ഒന്നാമത് നല്ല വെയിലുണ്ട്. അത് മാത്രമല്ല ഡേറ്റും തെറ്റിപ്പോയി. കാരണം അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു സമയമാണ്. കണ്ടില്ലേ നിങ്ങൾ ഈ പറയുന്ന താമര പോലും താമരപ്പാടമാണ് തോന്നുന്നു, അല്ലെങ്കിൽ ആമ്പൽപ്പാടം പോലും ശരിക്ക് പൂക്കാതെ ആ ഒരു ഭംഗി കിട്ടാത്ത പോലെയാണ് നിൽക്കുന്നത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ്. എന്നാലും നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. കണ്ടില്ലേ ഇവിടെ നമുക്ക് കയറി നിൽക്കാനൊക്കെ പറ്റിയ ആ വ്യൂ ഒക്കെ കാണാനുള്ള ആ നെല്ലിയാമ്പതി മലനിരകളൊക്കെ പശ്ചിമഘട്ട മലനിരകളൊക്കെ കാണാനുള്ള ആ ഒരു ഏർമാടം പോലത്തെ സെറ്റപ്പ് ഒക്കെ അവിടെ വെച്ചിട്ടൊക്കെ ഉണ്ട്. കാണുന്നില്ലേ നിങ്ങൾ? എന്തായാലും മുന്നിലൊക്കെ കാണുന്നത് നല്ല പനയും അതുപോലെ തന്നെ നല്ല തെങ്ങുകളൊക്കെയാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. കാര്യം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് എടുക്കുകയാണെങ്കിലും ആ ഒരു ഷെയ്ഡിലും ഈ ഒരു സ്ഥലം നല്ല അടിപൊളി തന്നെയാണ്. ശരിക്കും കുടിലിടം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ കുടിലുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളാണ് കാണേണ്ടത്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണവും. ഇത് കുറെ പേർക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെയുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. ഇതാണ് ശരിക്ക് കൊല്ലങ്കോടിന്റെ കുടിലിടം എന്ന് പറയുന്നത്. വയലുകളുടെ ഒത്ത നടുക്കിലായിട്ട് ഒരു കുടില് പോലെയുള്ള ഒരു സെറ്റപ്പ് ഒക്കെ. ഇത് തന്നെയാണ് ശരിക്ക് കുടിലിടം എന്ന് പറയുന്നത്. അതുപോലെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള സെറ്റപ്പുകൾ കുടിലിന്റെ രൂപത്തിൽ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം കാണുമ്പോൾ, ഈ ഒരു ജലചക്രം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ പഴയ കാലമാണ്, എൻ്റെ ചെറുപ്പകാലമാണ്. ആ സമയത്ത് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ജലസേചനത്തിന് വേണ്ടി ഈ പറയുന്ന നമ്മുടെ ഈ ജലചക്രമൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നതെന്ന് കമൻറ്റിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ കരിമ്പനകളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പനനുങ്ങ്, അതുപോലെ പനങ്കൽക്കണ്ടം, അതുപോലെ എന്താണ് നമ്മുടെ ശർക്കര, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പാലക്കാടിൻ്റെ തനത് ഭംഗി അല്ലെങ്കിൽ കൊല്ലങ്കോടിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ഇതിൽ ശരിക്ക് കാണാൻ സാധിക്കും. 2 സൈഡിലും ജണ്ടുവലി അല്ലെങ്കിൽ ജമന്തിയൊക്കെ വെച്ചുകൊണ്ടുള്ള ആ ഒരു ബണ്ടിലൂടെ നടക്കാനും നല്ല രസം തന്നെയാണ് കേട്ടോ. അതും വേറെ കാര്യം. കുറച്ച് തൊട്ട് മുമ്പിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജലചക്രം അവിടെയും ഉണ്ട്.
ഈ ജലചക്രത്തെ കുറിച്ച് വീണ്ടും പറയുകയാണെങ്കിൽ ശരിക്കും ജലസേചനത്തിന് വേണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവം തന്നെയാണ് ജലചക്രം എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ഇപ്പോൾ ആവശ്യമില്ല എന്നതാണ് സത്യം. അതെന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പമ്പ് സെറ്റുകളും കാര്യങ്ങളൊക്കെ ആയി ജലസേചനത്തിന് വേണ്ടി വേറൊരു സംഭവത്തിന്റെ ആവശ്യമില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണമായിട്ട് വരുന്നത്. ഞാൻ എന്തായാലും നൊസ്റ്റു അടിച്ചപ്പോൾ നൈസായിട്ട് ആ സാധനം ഒന്ന് കറക്കി നോക്കി. അവിടെയുള്ളവരുടെ അനുവാദമൊന്നും വാങ്ങിയില്ലെങ്കിലും ഞാനൊന്ന് വെറുതെ കറക്കി നോക്കി. എന്തായാലും അതൊരു രസമുണ്ടായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ നെല്ലുകളുടെ വെറൈറ്റിയാണ് കാര്യം. പച്ചപ്പൊക്കെ ഈ ഭാഗത്ത് മാത്രം കുറച്ചുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വെറൈറ്റി കാണിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ മാത്രം കുറച്ച് പച്ചപ്പ്. ഇതൊന്നും നെല്ലായിട്ടില്ല എന്നതാണ് സത്യം. ഈ മുന്നിൽ കാണുന്ന ഈ റംലി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾക്കൊക്കെ 600-700 കിലോന് വില വരുന്ന മട്ടകളാണ് കേട്ടോ. ഇവിടെ പ്രധാനമായിട്ടും പാലക്കാടൻ മട്ടയാണ് എൻ്റെ അഭിപ്രായത്തിൽ കൃഷി ചെയ്യുന്നതാണെന്ന് എനിക്കറിയാൻ പറ്റുന്നത്. മാത്രമല്ല പുറം രാജ്യങ്ങളിലേക്കൊക്കെ ഇത് ഒരുപാട് എക്സ്പോർട്ട് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഈ പാലക്കാടൻ മട്ടയും കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ആവുന്നത് നമ്മുടെ പാലക്കാട് നിന്ന് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ ഒരുപാട് വെറൈറ്റി നെല്ലുകളും ഇവിടെ ഉണ്ട് എന്നതാണ് സത്യം. ഒരുപാട് വെറൈറ്റി. അവിടെ ഒരു കൊക്ക് സാറ് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് കാണാൻ പാകത്ത് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അതുപോലെ നെല്ല് പാകമായി നിൽക്കുന്ന ഇത് ഏതാ വെറൈറ്റി എന്ന് ഇതിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ കമൻറ്റിൽ പറയാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ആ നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുന്ന ആ ഒരു നെല്ല്, അതിൻ്റെ രൂപം തന്നെ ഞാൻ പറഞ്ഞില്ല, ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ ഇലകളൊക്കെ ഉള്ളത്. ഇലകൾ എന്ന് തന്നെയല്ലേ പറയാം, പുല്ല് അല്ല ഇലകൾ എന്ന് തന്നെയാണ് പറയുക. കാരണം കാണുന്നില്ല എന്ത് ഭംഗിയല്ലേ ആ നെല്ല് വിളഞ്ഞു നിൽക്കുന്ന ആ കറുത്ത പുല്ലുമേൽ എന്താണ് നെല്ല്, പച്ച നെല്ല് നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കറുപ്പായി ആകും, അല്ലെങ്കിൽ നമുക്ക് കറുപ്പ് അരിയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വഴിയിലൂടെ നിങ്ങൾ നോക്കൂ, ആ കുടിലും അതുപോലെ തന്നെ പാലക്കാടിന് തനത് ഭംഗി കാണുന്ന രീതിയിലുള്ള അവിടെ ഒരുപാട് പേര് വന്നിട്ടൊക്കെ ഉണ്ട്. അത് ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അവർക്ക് എൻ്റെ ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു. വേറെ ഒന്നുമല്ല, എൻ്റെ അടുത്ത് ഫോട്ടോ എടുത്ത് തരുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ നമ്മളെ ആവുന്ന സഹായം നമ്മൾ ചെയ്യുക. അത്രയും നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് അതേ സാധിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തവളക്കിണറാണ്. തവളക്കിണർ എന്താണ് സംഭവമെന്ന് എനിക്കറിയില്ല. ഒരുപാട് വെള്ളം ശേഖരിക്കാൻ പറ്റുന്ന ഒരു കിണർ എന്നുള്ള, അല്ലെങ്കിൽ ഒരുപാട് ആഴമുള്ള ഒരു കിണർ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. അതെനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ്. അവർ കണ്ടില്ല, അവിടെ നിന്ന് നടന്നു വരുന്നതൊക്കെ കണ്ടില്ലേ, എന്ത് രസമായിട്ടല്ലേ. നമുക്ക് ഈ ശരിക്കും പറഞ്ഞ നട്ടുച്ച നേരത്ത് അധികം ആരും ഉണ്ടാകില്ല എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. മാത്രമല്ല ഞാൻ പോയത് ഒരു ദിവസമാണ്, എന്നിട്ടും അവിടെ ആളുകൾ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. ശരിക്കും ഈ ഒരു സമയത്തല്ല, നിങ്ങൾ കാണൂ എന്താ ഭംഗിയില്ലേ, ശരിക്കും എന്താ ഭംഗി. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളും നെല്ലിയാമ്പതി മലനിരകളൊക്കെ കാണുമ്പോൾ ഇത് ശരിക്കും ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ്. ഈ ആ ഒരു വ്യൂ ഒക്കെ കണ്ടില്ലേ നിങ്ങൾ, എന്താ രസമല്ലേ. ഇത് കഴിഞ്ഞ് നമ്മൾ കൊല്ലങ്കോടിൻ്റെ പ്രധാന ഡെസ്റ്റിനേഷനുകളിലേക്ക് പോവുകയാണ്. ആ വഴി ഇത്തിരി ചോകം തന്നെയാണ്. അതിൽ നമുക്ക് ആരെ കുറ്റം പറയണമെന്ന് എനിക്കറിയില്ല. ഗവൺമെൻറ്റിനെയാണ്. ഇത്രയും നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് റോഡ് മാത്രം വളരെ മോശമാകും. നിങ്ങൾ കാണുന്നുണ്ടാവും എന്ത് മോശമല്ലേ. സൈഡിലൊക്കെ ആ ഒരു മലയൊക്കെ കാണുന്നില്ലേ നിങ്ങൾ, പശ്ചിമഘട്ട മലനിരകളൊക്കെ കാണുന്നില്ലേ, ആ നെല്ലിയാമ്പതി മലനിരകളൊക്കെ കാണുന്നില്ലേ, എന്ത് രസമല്ലേ. പക്ഷേ ഈ റോഡ് മാത്രം ഇത്രയും മോശമായിട്ടുള്ള ഒരു സംഭവം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ടൂറിസ്റ്റ് പ്ലേസുകളിലെ റോഡുകൾ മാത്രം വളരെ മോശമായിരിക്കും. ഒന്നല്ലെങ്കിൽ എത്ര ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സമയമാണ്. ഇതെങ്കിലും കണക്ക് കൂട്ടിയിട്ട് ഇവർക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കി കിട്ടൂടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്തിൽ ഇത്രയും കൂതറ റോഡ്, അതായത് ഞാൻ കുറച്ച് മുമ്പേ പുകഴ്ത്തി പറഞ്ഞുള്ളൂ റോഡിനെ കുറിച്ച്. അതായത് പാലക്കാട് റോഡുകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഗ്രാമത്തിലെ റോഡുകൾ മാത്രം എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ വഴിയിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് തമിഴ്നാട്ടിലേക്ക് പൊള്ളാച്ചി ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുന്ന പോലെ ഒരു ഫീലാണ്. കാരണം തമിഴ്നാട് മാത്രമല്ല, കേരളവും തമിഴ്നാടും ചേർന്നൊരു സ്ഥലം, ആ വീടുകളുടെ ഷേപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സംഭവമാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും വെറുതെ അല്ലാട്ടോ ഈ ഒരു സ്ഥലത്തിനെ ഇന്ത്യയിലെ തന്നെ 3ാമത്തെ ഏറ്റവും ഭംഗിയുള്ള ഗ്രാമമായി തിരഞ്ഞെടുത്തത്. അതിന് കാരണം നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കി നിങ്ങൾ, ആ വഴികളൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കി നിങ്ങൾ. ആ 2 സൈഡും തെങ്ങുകളും അതുപോലെ പനയും അതുപോലെ പച്ചപ്പും മലനിരകളും ഒക്കെ ആയിട്ട്. ചൂട് മാത്രമാണ് ഇവിടെ ഒരു പ്രശ്നം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ഇപ്പോഴും നല്ല ചൂടുണ്ട്. ആ ചൂട് കുറയാൻ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് ആ ചൂട് സഹിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോവുക. വേറൊരു കാര്യം കൂടിയുണ്ട്, ഇവിടുത്തെ ഓക്സിജൻ എന്ന് പറയുന്നത് അതും നല്ലൊരു സംഭവം തന്നെയാണ്. കാരണം അധികം വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓക്സിജനുള്ള അത്രയും നല്ല ശുദ്ധവായു കിട്ടുന്ന ഒരു ഗംഭീര സ്ഥലം തന്നെയാണിത്. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആദ്യത്തെ അല്ലാട്ടോ, 2ാമത്തെ, സോറി തെറ്റിപ്പോയതാണ്. നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. കൊല്ലങ്കോട് വന്നിട്ടുള്ള ഒരാളും ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാതെ പോയിട്ടുണ്ടാകില്ല. അവിടുത്തെ പരിപ്പോടയും അതുപോലെ ഇഡ്ഡലിയും ഒന്നും കഴിക്കാതെ പോയിട്ടുണ്ടാകില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്.
ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-70 വർഷം പഴക്കമുള്ള ഒരു ചായക്കടയാണ്. ഏകദേശം 50 വർഷത്തോളമായി ചെല്ലഞ്ചേട്ടൻ ഇവിടെ. ചെല്ലഞ്ചേട്ടനും ചെല്ലഞ്ചേട്ടൻ്റെ ഭാര്യയാണ് ഈ കാണുന്നത്. അങ്ങനെ ഇവർ 3 പേരും ചേർന്നാണ്, ഇവർ 3 പേര് എന്ന് പറയുമ്പോൾ ഇവരുടെ ഫാമിലിയും എല്ലാവരും ചേർന്നാണ് ഈ ചായക്കട നടത്തുന്നത്. അടിപൊളി ചായക്കട. ഇവിടെ വന്ന് ഒരുപാട് പേര് വരുന്ന ഒരു ചായക്കട തന്നെയാണ്. എനിക്ക് തോന്നുന്നത് നല്ല തിരക്കുള്ള സമയങ്ങളിൽ, അതായത് വീക്കെൻഡ് സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ, ശനി ഞായറൊക്കെയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ വെക്കേഷൻ ടൈമിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒരുപക്ഷെ നിങ്ങൾക്ക് ചായ കുടിക്കാൻ പോലും പറ്റാത്ത അത്രയും തിരക്ക് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് ആവുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് അവിടെയുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചപ്പോൾ മനസ്സിലായത്. മാത്രമല്ല നല്ല അടിപൊളി പരിപ്പൊടിയാണ് ഞാൻ അവിടെ നിന്ന് കഴിച്ചത്. അതുപോലെ ചായയും കഴിച്ച ഒരു പ്രത്യേക സ്വാദാണ്. എല്ലാം അടുപ്പിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പഴയൊരു നോസ്റ്റും എനിക്ക് ഫീൽ ചെയ്തു. അതായത് നമ്മൾ ഗ്യാസ് അടുപ്പിലായാലോ മൊത്തം പാചകവും കാര്യങ്ങളും ഒക്കെ, ആ ഒരു മാറ്റത്തിൽ നിന്ന് എനിക്ക് ചെറിയൊരു ഇഷ്ടം അതുകൊണ്ടാണ്, ആ ഒരു ടേസ്റ്റ് കൊണ്ടാണ് എന്ന് തോന്നുന്നു. നല്ലൊരു സ്വാദ് വ്യത്യാസം എനിക്ക് തോന്നി ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഇനി അടുത്ത് നമ്മൾ പോകുന്ന ഒരു ടെമ്പിളിലേക്കാണ്. വളരെ 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 വിശ്വപ്രസിദ്ധി നേടിയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ഭംഗിയുള്ള ഒരു ടെമ്പിളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ചിങ്ങങ്കര ടെമ്പിൾ, കറുപ്പസ്വാമി ടെമ്പിളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരുപാട് ഐതിഹ്യമൊക്കെയുള്ള ആ ഒരു ടെമ്പിളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. എന്ത് രസമല്ലേ, നിങ്ങളൊന്ന് നോക്കിയേ, എന്ത് രസമാണ് ഈ വഴിയൊക്കെ. ഇപ്പോൾ ഇവിടെ കൂടുതലും പനകളാണ്. നേരത്തെ തെങ്ങൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വൈബായിരുന്നുവെങ്കിൽ ഇപ്പോൾ പനകളാണ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പനകളും അതുപോലെ തന്നെ ശരിക്ക് കൊല്ലങ്കോടിൻ്റെ ഗ്രാമീണ ഭംഗി തൊട്ടറിയാൻ സാധിക്കുന്ന ആ ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഗ്രാമങ്ങളിലൂടെയുള്ള നമ്മൾ ശരിക്കും യാത്ര ചെയ്യുമ്പോൾ, ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ് കൂടുതൽ തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഇതിനു മുമ്പും വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് എന്ന് പറയുന്നത് എറണാകുളത്തുള്ള മാമലക്കണ്ടമാണ്. കാരണം അവിടുത്തെ ഗ്രാമീണ ഭംഗി എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു. അത് എനിക്കൊരു മൂന്നാർ പോയാലും അതുപോലെ വേറെ ഏത് സ്ഥലത്ത് പോയാലും ഈ ഒരു ഗ്രാമീണ ഭംഗി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു മാമലക്കണ്ടത്തിനേക്കാളും കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ഥലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മാമലക്കണ്ടത്ത് വേറൊരു വ്യത്യാസം ഉണ്ടായിരുന്നത്, അവിടെ തണവുണ്ടായിരുന്നു. ഇവിടെ തണവില്ല, നല്ല ചൂടാണ്, ചുട്ടുകൊള്ളുന്ന ചൂടാണ്. നോക്ക് എന്ത് ഭംഗിയാണല്ലേ ആ മലനിരകൾ, നോക്കി എന്ത് രസമാണല്ലേ. ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഈ ഭൂമിയിൽ മാത്രമാണ് സ്വർഗം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഭൂമിയിൽ മാത്രമാണ് സ്വർഗമുള്ളത്. ആ ഒരു ഭൂമിയിലെ സ്വർഗം അനുഭവിച്ചറിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ ആകാശത്തപ്പൻ്റെ അടുത്തൊന്നും പോയിട്ട് ഒരു സ്വർഗവും ഇല്ല, ഒരു തേങ്ങയില്ല, ഒരു മാങ്ങയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് എൻ്റെ വിശ്വാസം, നിങ്ങൾക്ക് നിൻ്റെ വിശ്വാസം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു സംഭവമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മുന്നിൽ തന്നെ കാണാൻ ഒരു അറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിങ്ങങ്കര കറുപ്പസ്വാമി ക്ഷേത്രത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളൊരു അറിയിപ്പ് തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പേരാല്, 2000 വർഷമൊക്കെ പഴക്കമുള്ള ഒറ്റ പേരാലിൽ നിന്നാണ് ഈ കാണുന്ന ആല് മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 2 ഏക്കറോളം ആല് തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ ഒരു ഒറ്റ വേരിൽ നിന്ന് പിന്നീട് പടർന്ന ആ വേരൊക്കെ മറ്റു മണ്ണിൽ ചേർന്ന് വീണ്ടും വേരായി മരങ്ങളായി അങ്ങനെ പടർന്ന് ഒരു പ്രകൃതി ക്ഷേത്രമായി മാറിയിരിക്കുകയാണ്. 2000 വർഷത്തോളം ഈ ഒരു ആലിന് മാത്രം പഴക്കമുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. കറുപ്പസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ശിവന്റെയും അതുപോലെ തന്നെ പാർവതി ദേവിയുടെയും ആ ഒരു രൂപമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഒരുപാട് വഴിപാടുകൾ നടത്തുന്ന ആ ഒരു അമ്പലം തന്നെയാണ് ഇത്. ഒരുപാട് പേര് വരുന്ന, നമ്മുടെ കാര്യസാധ്യത്തിനായിട്ട് ഒരുപാട് പേര് വഴിപാടുകൾ നടത്തുന്ന ഒരു അമ്പലമാണ് ഇത്. പല രീതിയിലുള്ള വഴിപാടുകൾ ഇവിടെ ഉണ്ട്. അധർമ്മത്തിലും ധർമ്മത്തിലും അങ്ങനെ പല രീതിയിലുമുള്ള വഴിപാടുകൾ ഇവിടെ ഉണ്ട്. പ്രധാനമായും കുട്ടികളില്ലാത്തവർക്ക് തൊട്ടിൽ കെട്ടിയിട്ടുള്ള വഴിപാടും, അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് അവിടെ കെട്ടിക്കഴിഞ്ഞാൽ അതുപോലെ മണി കെട്ടിയിട്ടുള്ള ആ ഒരു സംഭവം കൂടി, ആ ഒരു നേർച്ച കൂടി ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ മണി നൽകിക്കൊണ്ട് മണി അവിടെ കെട്ടി നിങ്ങളവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതും ഒരു നേർച്ച തന്നെയാണ്, ജോലി കിട്ടിയവർക്ക് വേണ്ടിയുള്ള ഒരു നേർച്ച തന്നെയാണ്. അതുപോലെ ഇവിടെ ഈ പേര് തന്നെ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ അറിയാം, ചിറങ്ങര ക്ഷേത്രം എന്നുള്ള ആ ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചിറയോട് കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രകൃതി ക്ഷേത്രമാണിത്. ഇത്രയും കാലത്തെ പഴക്കമുണ്ടെങ്കിലും ഈ ചിറയോട് ചേർന്ന് കിടക്കുന്ന ആ ആലുകൾ, പേരയാലുകൾ, അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഭംഗിയും. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനെ
എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ വഴിപാടുകളുടെ കാര്യം ഞാൻ പറഞ്ഞു, അവിടെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. എന്തൊക്കെ തരത്തിലുള്ള വഴിപാടുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ വായിക്കാവുന്നതാണ്. ഈ ഒരു വഴിപാടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഐശ്വര്യം ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അടുത്തതായി നമ്മൾ പോകുന്നത് അതിനും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. നമ്മുടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ നെല്ലിയാമ്പതിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിൽ താമരപ്പാടം എന്നൊരു സ്ഥലം കൂടിയുണ്ട്. അവിടേക്ക് ഞങ്ങൾ തൽക്കാലം പോകുന്നില്ല. കാരണം അവിടെ രാത്രിയാകുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. കാരണം അവിടെ രാത്രിയാകുമ്പോൾ ലൈറ്റ് നോക്കിയിട്ട് നല്ല അറേഞ്ച് ചെയ്ത് വൻ സെറ്റപ്പാണ് എന്നാണ് അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ശരിക്കും നമ്മൾ നെല്ലിയാമ്പതിയുടെ ആ പശ്ചിമഘട്ട മലനിരകളൊക്കെ കണ്ട് ആസ്വദിച്ച്, അതുപോലെ കരിമ്പനകൾ, തെങ്ങുകൾ, അതുപോലെ എന്താ പറയുക വയലുകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സമയത്തല്ല വരേണ്ടത്. കാരണം ഈ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൈമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഡേറ്റ് ആണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ കണ്ടില്ലേ, കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ്. എങ്കിൽ പോലും പല കളറുകൾ ഈ ഒരു സമയത്ത് കൊയ്ത്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല കളറുകൾ ശരിക്കും പറഞ്ഞാൽ പച്ചപ്പുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ പച്ചപ്പ് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമുക്കൊരു ബ്രൗൺ കളറിലുള്ള ഷെയ്ഡോ അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള ഷെയ്ഡൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്ത് നല്ല മനുഷ്യരാണെന്നറിയൂ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് കൊല്ലങ്കോടിലുള്ളത്. അവരെ കാണാൻ തന്നെ എന്തൊരു സമാധാനവും സന്തോഷവുമാണെന്നറിയൂ. നമുക്ക് സംസാരിക്കുമ്പോഴായാലും അതുപോലെ തന്നെ ആ ഒരു തനത് ശൈലി ആ പാലക്കാടിൻ്റെ ആ ഒരു ശൈലിയിൽ അവർ സംസാരിക്കുമ്പോഴൊക്കെ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ താമരപ്പാടത്താണ് എത്തിയിരിക്കുന്നത്. താമരപ്പാടത്ത് തൽക്കാലം നമ്മൾ ഇറങ്ങുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തൽക്കാലം ഇറങ്ങിയത്. സർബത്ത് കുടിക്കാൻ ഒരു ആഗ്രഹം തോന്നി, അങ്ങനെ സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. വളരെ സ്നേഹമുള്ള മനുഷ്യരാണ് എന്ന് ഇവിടെ ഇതുപോലുള്ള കടകളിലൊക്കെ കയറുമ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ നമ്മൾ താമരപ്പാടത്തെ കിടിലൻ തട്ടുകട എന്ന തട്ടുകടയിൽ നിന്നാണ് നമ്മളിപ്പോൾ കഴിക്കാൻ ഉദ്ദേശിച്ചതല്ല, നമ്മൾക്കത് കഴിക്കാൻ ഒരു ഉദ്ദേശത്തോടു കൂടിയും വന്നല്ല, നമ്മൾ ആദ്യമായി കാണുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ അവിടെ കയറിയപ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നി. ഒരു സർബത്തും പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ബജ്ജിയും പറഞ്ഞു, മുളക് ബജ്ജിയും, അതുപോലെ തന്നെ പക്കാവട. കോഴിക്കോട് ഭാഗത്തൊക്കെ ശരിക്കും പക്കാവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംഭവമാണ് എനിക്ക് കിട്ടാറുള്ളത്. അതിൻ്റെ പേര് മാറിപ്പോയതാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഓണിയനൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് ഉള്ളിവട പോലത്തെ, ഉള്ളിവടയല്ല എന്നാൽ ഉള്ളിവട എന്ന് പറയാൻ പറ്റില്ല, എന്നാലൊരു പക്കാവട എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ പൊക്കാവട എന്ന് പറയുമ്പോൾ ഒരു ബജ്ജി തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ആദ്യം ഞാൻ മുളക് ബജ്ജി തന്നെ കഴിച്ചു. മുളക് ബജ്ജിയൊക്കെ നല്ല ടേസ്റ്റാണ്. ആ ചമ്മന്തി മുക്കി കഴിക്കാനായിട്ട് മുളക് ബജ്ജിയൊക്കെ കൂടുതൽ ആ ചമ്മന്തിയിൽ മുക്കുമ്പോഴുള്ള ആ സ്വാദാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന പക്കാവട എന്ന് പറഞ്ഞ സാധനം ഞാൻ ട്രൈ ചെയ്യുന്നത്. അതൊരു അടിപൊളി സാധനം തന്നെയായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം തന്നെയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത്? അത് വെറുതെ മാവ് മാത്രമാണോ എന്ന് മനസ്സിലായില്ല. അല്ല ഉള്ളിയാണോ അതിൻ്റെ ഉള്ളിൽ ഉള്ളതെന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ സംഭവം അത് അടിപൊളി സംഭവമായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതായത് ഉള്ളിൽ ഉള്ളി തന്നെയാണ് എന്ന് തോന്നുന്നു. എങ്കിലും സംഭവം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അതും കഴിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു സർബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് വരാനായിട്ട് കുറച്ച് സമയമെടുത്തപ്പോൾ ഞാൻ എന്താ പറയുക, ആ വ്യൂ ഒക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഒന്ന് തിരിച്ചതാണ് ജസ്റ്റ്. അപ്പോഴേക്കും നമ്മുടെ കണ്ണടച്ച് തുറക്കും വേഗത്തിലേക്ക് ചേച്ചി നമുക്ക് സർബത്ത് കൊണ്ടുവന്ന് തന്നു. ആ സർബത്ത് കുടിച്ച് അവിടെ മുന്നിൽ നോക്കുമ്പോൾ നിറച്ച് കത്തിക്കരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് പാടശേഖരങ്ങൾ കാണാൻ സാധിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, കൊയ്ത്ത് കഴിഞ്ഞാൽ കള വരാതിരിക്കാൻ വേണ്ടി കത്തിക്കുന്നതാണ്. അടുത്തത് നമ്മൾ പോകുന്നത് സീതാർകുണ്ട് വാട്ടർഫാൾസിലേക്ക് തന്നെയാണ്. ആ റോഡൊക്കെ വളരെ മോശം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ലേശം സ്ലോ ആയിട്ട് തോന്നാം. കാരണം വേറെ ഒന്നല്ല, സ്റ്റോറേജ് ഫുള്ളായപ്പോൾ അല്ലെങ്കിൽ സ്റ്റോറേജ് ഫില്ലായപ്പോൾ എന്താ പറയുക, നമ്മൾ മോഡൊന്ന് 1080p മാറ്റിയതാണ്. അതിൻ്റെ ഒരു ലാഗാണ് ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത്. എന്തായാലും സംഭവം നമ്മൾ സീതാർകുണ്ടിലേക്ക് എത്തി. നമ്മളവിടെ ടിക്കറ്റൊക്കെ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ടിക്കറ്റ് എടുക്കുന്ന ഭാഗം മാത്രം നിങ്ങളെ ഞാൻ കാണിച്ചിട്ടില്ല. കാര്യം ടിക്കറ്റിന് 30 രൂപയാണ്. അതുപോലെ തന്നെ ക്യാമറയ്ക്ക് ഒരു ചെറിയ ചാർജ് ഉണ്ട്. അതും കൂടി നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വഴിയിലേക്ക് കടക്കാൻ സാധിക്കും. ഈ വഴിയിൽ മുമ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നെല്ലിയാമ്പതി മലനിരകൾ. അതിനു മുമ്പിൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഒരു ഫാമിലിയാണ്, വളരെ നല്ല ഫാമിലിയാണ് കേട്ടോ. നമ്മുടെ അടുത്തൊക്കെ നല്ല സ്നേഹത്തിൽ പെരുമാറിയ ഫാമിലിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ കാണുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളാണ്. നമ്മുടെ ഈ മുന്നിൽ കാണുന്നതാണ് ശരിക്കും സീതാർകുണ്ട് വാട്ടർഫാൾസ്. നെല്ലിയാമ്പതി മലനിരയിൽ നിന്ന് ഒഴുകി വരുന്ന ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്.
ഞാൻ ക്യാമറയിൽ ചെറിയ ലെൻസ് 50mm ലെൻസാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് അത്ര സൂമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും ശരിക്കും നമുക്ക് അടുത്ത് പോയി സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ അടുത്ത് പോയി തന്നെ നമുക്ക് വ്യക്തമായി തന്നെ കാഴ്ചകൾ കാണാവുന്നതാണ്. പോകുന്ന വഴിയിൽ വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് മാർഗനിർദ്ദേശങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളവിടെ നമ്മളവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു തോട്, എന്ത് നല്ല വെള്ളമല്ലേ നിങ്ങൾ നോക്കി, കുടിക്കാൻ പോലും പറ്റുന്ന ആ മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ്. ശരിക്കും നമ്മൾ പേടിക്കേണ്ട യാതൊരു വക കാര്യവുമില്ല, അമീബിയൊന്നും ഇതിലുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ്. നമ്മുടെ മഴക്കാലം കഴിഞ്ഞിട്ട് പോലും ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ശരിക്കും മഴക്കാലത്താണ് സീതാർകുണ്ട് വാട്ടർഫാൾസ് കാണാനായിട്ട് നമ്മൾ വരേണ്ടത് എന്നതാണ് സത്യം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഭംഗി കൂടുതൽ ആസ്വദിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ ടിക്കറ്റ് ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ടിക്കറ്റ് കൗണ്ടറും അതുപോലെ ഇക്കോ ഷോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത്. അതുപോലെ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ടിക്കറ്റൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ആൾക്ക് ടിക്കറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലോട്ട് പോകും തോറും സ്റ്റെപ്പ് മുകളിലേക്ക് കയറാനുണ്ട്, അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങാനുണ്ട്, വീണ്ടും കയറാനുണ്ട്, വീണ്ടും ഇറങ്ങാനുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവമാണ്. അങ്ങനെ സീതാർകുണ്ടിൽ നമ്മൾ ആദ്യത്തെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് നമ്മൾ എത്തിയപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ട്. സീതാർകുണ്ട് വാട്ടർഫാൾസ് അടയ്ക്കാറുള്ള ഒരു സമയത്തേക്ക് നമ്മൾ കടന്നു. ഇതാണ് അവിടുത്തെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ കുറേ നല്ലവരായ നാട്ടുകാരെ കണ്ടു. നാട്ടുകാരും അതുപോലെ ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടു. നമുക്ക് അവർ കുറേ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സീതാർകുണ്ട് വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇത് ശരിക്കും നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലാണ് ഈ സീതാർകുണ്ട് വാട്ടർഫാൾസ് വരുന്നത്. നെല്ലിയാമ്പതിയിൽ സീതാർകുണ്ട് വ്യൂ പോയിൻ്റാണുള്ളത്, പക്ഷേ വാട്ടർഫാൾസ് വരുന്നത് ഇവിടെ ഈ കൊല്ലങ്കോടാണ്. അപ്പോൾ ഈ മലനിരകളുടെ മുകളിൽ നിന്ന് കാണുന്ന സമയത്താണ് ശരിക്കും കൊല്ലങ്കോടിൻ്റെ സൗന്ദര്യം നമ്മുടെ ആനന്ദ് മഹീന്ദ്ര ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ മനോഹരമായിട്ടുള്ള 10 ഗ്രാമങ്ങളിൽ ഒന്നായിട്ടാണ് ഈ കൊല്ലങ്കോടിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ള ഗ്രാമീണതയും അതുപോലെ തന്നെ പച്ചപ്പും ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണ് ഈ കൊല്ലങ്കോടിൻ്റെ ഭൂമിക മുഴുവൻ. ഇപ്പോൾ ഇവിടെ ഈ വാട്ടർഫാൾസിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഇവിടെ വെള്ളം ഉണ്ടാവും. വേനൽക്കാലത്ത് നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. വേനൽക്കാലത്ത് പോലും പിന്നെ നമുക്ക് ധാരാളം കുളിക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ആവശ്യത്തിനുള്ള വെള്ളം ധാരാളം വരുന്നുണ്ട്. വറ്റാറില്ല എന്നുള്ളതാണ്. ഭയങ്കരമായിട്ടുള്ള ഫോഴ്സാണ്. കാരണം മഴക്കാലത്ത് ഇപ്പം ഇത്രയും ദൂരം ഈ വെള്ളത്തിന്റെ ഫോഴ്സ് ഇപ്പം നമുക്ക് ഇതറിയാം. ഇപ്പോൾ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും കർക്കിടകത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പൊക്കത്തിലായിരിക്കും വെള്ളം വരിക, പിന്നെ ഭയങ്കര ഫോഴ്സ് ആയിരിക്കും. ഈ ഫോഴ്സിൽ വെള്ളം വരുന്ന സമയത്ത് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ആൾക്കാർ കുളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടം പിന്നെ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് സംഭവിക്കും. അങ്ങനെ 4-5 ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഈ നിയന്ത്രണങ്ങളില്ലാതെ നേരെ പാറക്കെട്ടുകളുടെ മുകളിലേക്ക് കയറുക എന്നുള്ളതൊരു ആവേശമാണ്. അത് പാറക്കെട്ട് അതെ ആ കാണുന്ന അവിടെ നിന്നുള്ള വെള്ളം ഇതാണ് വരുന്നത്. അത് പിന്നെ അവിടെ നിന്ന് വരുന്നത് പാലക്കാട് ജില്ലയാണ്. അതെ അത് ആനമല അതൊക്കെ അങ്ങനെയല്ല. ഇവിടെ നിന്ന് നമ്മൾ നേരെ കൊല്ലങ്കോട് നേരെ നെന്മാറയിൽ നിന്ന് നേരെ പോത്തുണ്ടി ഡാമിൽ നിന്നാണ് നെല്ലിയാമ്പതി. 46 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. അതെ, നെല്ലിയാമ്പതിക്ക് ശരിക്കും 1.5 മണിക്കൂർ എയർ ഡിസ്റ്റൻസ് ഉള്ളൂ. ശരിക്കും 1.5 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ്. 46 കിലോമീറ്റർ പോയാലേ അവിടെ എത്തുള്ളൂ. ബീ പോയിന്റ് പറഞ്ഞ നെല്ലിയാമ്പതി മോളാണ്, മലനിരവലി മോളാണ് കേട്ടോ. ഇത് സീതാർകുണ്ട്, സന്യാസിക്കുണ്ട്, അത്തിക്കുണ്ട്, ചെള്ളിക്കുണ്ട്, നെല്ലിയാമ്പതി. ചെളിക്കുണ്ടല്ല ചെള്ളിക്കുണ്ട്. ഇത് നമ്മുടെ പഴമൊഴി പറയുന്നതാണ്, നമുക്ക് അറിഞ്ഞുകൂടാ. മുത്തശ്ശന്മാര് പറയുന്നത്. പുരാണത്തിലും അതെ, സീതയും ശ്രീരാമന് യാത്ര ചെയ്യുമ്പോ യാത്രാ മധ്യേ വെള്ളം കുടിച്ച സ്ഥലമാണ് ഇവിടെ. സത്യം. ശ്രീരാമന് അതെ ശരിക്കും ഭൂമിശാസ്ത്രപരമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അയോധ്യയിൽ നിന്നൊക്കെ വന്ന വനവാസത്തിന് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ശ്രീലങ്ക അതന്നെ സത്യം. വനവാസ കാലത്ത് ഇവിടെ ഇറങ്ങിയെന്നും അതുപോലെ തന്നെ ഇവിടെ വെള്ളം ദാഹിച്ച സമയത്ത് പിന്നെ ഇതൊന്ന് വെള്ളം അങ്ങനെ നമുക്ക് ഇവിടുന്ന് തോണ്ടി ഇതാക്കിയിട്ട് അങ്ങനെ വെള്ളം എടുത്തു എന്നാണൊക്കെയാണ് ഐതിഹ്യം പറയുക. പിന്നെ ഇതിന് മുകളിൽ വന്നിട്ട് പലകപ്പാണ്ടി, ഇത് സീതാർകുണ്ട്, അതിൻ്റെ അപ്പുറം വെള്ളരിമേട്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഗായത്രിപ്പുഴ. ഉണ്ട്, ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഡെയിലി ഉണ്ട്. ആറാട്ടി നമ്മൾ പൊടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റില്ല, പക്ഷെ 1 കിലോമീറ്ററിന്റെ അപ്പുറത്ത് കാണാൻ വരാറുണ്ട്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നു. അതുപോലെ സീതാർകുണ്ടും സീതയും രാമനും ഒക്കെ ആയിട്ടുള്ള ബന്ധമൊക്കെ പറഞ്ഞു തന്നു. ഇത് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് കേട്ടോ, പക്ഷേ ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വ്യൂ കാണാൻ നല്ല അടിപൊളിയല്ലേ, നിങ്ങളൊന്ന് നോക്കിയേ. ഈ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ മലനിരകളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് പോകാനൊക്കെ നല്ലതല്ലേ. ഇത് ഞങ്ങൾ മുമ്പ് കണ്ട ഫാമിലിയാണ്. അതുപോലെ ഈ ഒരു കെട്ടിമോനാണ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സക്രിയ ചേട്ടനാണിത്. ആള് വേറെ ലെവലാണ്. ആള് ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടാണ് കൊല്ലങ്കോട് വെച്ച്. അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. മുകളിലത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് അടച്ചത് കൊണ്ട് അതിൻ്റെ സമയം കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും 6:30 ആയി. സമയം കഴിഞ്ഞത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ബാക്കി വ്യൂ കാണാൻ സാധിച്ചില്ല, നല്ല വ്യൂ കാണാൻ സാധിച്ചില്ല. പക്ഷെ ഇത്രയാണ് ശരിക്കും സീതാർകുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ സീതാർകുണ്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു താമരപ്പാടത്തിനെ കുറിച്ച്. താമരപ്പാടത്തിലെത്തിയപ്പോൾ ലൈറ്റ് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഒരു പ്രശ്നം പറ്റിയത് അവിടുത്തെ പച്ചപ്പ് നിറഞ്ഞുള്ള കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ്. ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ലൈറ്റുള്ള ഭാഗത്തെ ആ കാഴ്ചകൾ മാത്രമേ എനിക്ക് കാണിക്കാൻ നിർവാഹമുള്ളൂ എന്നതാണ് സത്യം. ബാക്കി എല്ലാ ഭാഗത്തും ഇരുണ്ടിരിക്കുകയാണ്. ക്യാമറയാണെങ്കിൽ 50mm ലെൻസാണ്, അതുകൊണ്ട് തന്നെ വൈഡായിട്ടുള്ള ഒരു വ്യൂ കാണിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് താമരപ്പാടം ഞാൻ നിങ്ങളെ കാണിക്കാനായി കുറച്ച് സീനാണ് എന്ന് തന്നെയാണ് സത്യം. കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകൾ. ഇതാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് താമരപ്പാടം എന്ന് പറയുന്നത്. അവിടെ ലൈറ്റൊക്കെ കാണുന്നില്ല, മിക്കതും ഫോക്കസ് ഔട്ട് ആവാനാണ് സാധ്യത. ഞാൻ വൈഡായിട്ടുള്ള ലെൻസുള്ള ആ ഒരു ക്യാമറ എടുത്തില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ കാഴ്ചകൾ കാണിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വിഷമം എനിക്കുണ്ട്. എങ്കിലും അത്യാവശ്യത്തിന് നിങ്ങൾ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, താമരപ്പാടം രാത്രിയിൽ കാണാൻ നല്ല ഭംഗി തന്നെയാണ്. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി അഥവാ പകലാണ് വരുന്നതെങ്കിലും കാണാൻ നല്ല ഭംഗി തന്നെയാണ്, അതിലും ഒരു സംശയവുമില്ല. ഈ കൊല്ലങ്കോടുള്ള ഒരു സ്ഥലം പോലും നിങ്ങൾക്ക് ഭംഗിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഇറങ്ങിപ്പോരേണ്ട അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാനില്ലെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ നെല്ല് ഉണക്കാൻ വേണ്ടിയിട്ട്, കൊയ്തെടുത്ത നെല്ല് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാറപ്പുറത്തിട്ടിട്ടാണ് ഒരുക്കുന്നത്. ഞാനിവിടെ ഒരു റിസോർട്ടിലാണ് താമസിച്ചിരുന്നത്, തെന്മലയോരം എന്ന് പറഞ്ഞ. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എന്നാലും ഞാൻ ആ റിസോർട്ടിൻ്റെ കാര്യം പറയുകയാണ്, ഞാൻ അവിടെ താമസിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അടിപൊളി റിസോർട്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ളൊരു കാഴ്ചയാണ്. അവിടെ രാവിലെ എഴുന്നേറ്റപ്പോൾ അവിടെ ഞാൻ രാവിലെ തന്നെ കണ്ട ഒരു കാഴ്ചയായിരുന്നു. നെല്ല് ഉണക്കാൻ വേണ്ടി അവിടെ എല്ലാവരും കണ്ടില്ലേ, നിങ്ങൾ ആ നെല്ലിടുന്ന ആ ഒരു കാഴ്ചയൊക്കെ കണ്ടില്ലേ. ആ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കളത്തിൽ ശേഖരിച്ച് പിന്നീട് ഇത് പുഴുങ്ങിയെടുത്തുകൊണ്ട് സർക്കാരാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇത് പാലക്കാടൻ മട്ട ഇനത്തിൽപ്പെട്ട റൈസ് തന്നെയാണ്. ഇത് ഉമ എന്ന പേരുള്ള ആ ഒരു റൈസ് തന്നെയാണിത്. ഇത് അവിടെ ഇടുന്ന ആ ഒരു ഭംഗി നിങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ അവിടെ ആ ചേച്ചി നിൽക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടോ? എന്ത് രസമായിട്ടാണല്ലേ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, കണ്ടില്ലേ, ഇടുന്നത് കണ്ടില്ലേ, എന്ത് രസമല്ലേ. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലങ്കോടിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ കൊല്ലങ്കോടാണ്. ഇന്ത്യയിൽ തന്നെ 3ാമത്തെ ഏറ്റവും ഭംഗിയുള്ള ഗ്രാമമാണെന്ന് പറയപ്പെടുന്ന കൊല്ലങ്കോടാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ചേട്ടനുണ്ട്. ആൾ നമുക്ക് കൊല്ലങ്കോടിൻ്റെ എല്ലാ വിശേഷങ്ങളും പറയും. അപ്പോൾ നമ്മൾ കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാനുള്ളത് ശരിക്കും? കൊല്ലങ്കോട് സുന്ദരഗ്രാമം ആസ്വദിക്കാനായിട്ട് ധാരാളം സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ടാണ് സഞ്ചാരികളുടെ ഒഴുക്ക് കൊല്ലങ്കോട്ടേക്ക് വരുന്നത്. കാരണം ആനന്ദ മഹീന്ദ്ര കൊല്ലങ്കോടിനെ ഇന്ത്യയിലെ മനോഹരമായിട്ടുള്ള 10 ഗ്രാമങ്ങളിലൊന്നായിട്ട് തിരഞ്ഞെടുത്ത് അതിൽ 3ാമത്തെ സ്ഥാനത്താണ് ഇപ്പോൾ കൊല്ലങ്കോട് നിൽക്കുന്നത്. പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന, ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന ഒരു ഗ്രാമമാണ് കൊല്ലങ്കോട് സുന്ദരഗ്രാമം. കൊല്ലങ്കോടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലൻ്റെ നാട് ആണ് ശരിക്കും കൊല്ലങ്കോട് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അതിനും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഞാൻ നേരത്തെ റിസോർട്ട് കാണിച്ചിരുന്നില്ല, പക്ഷേ റിസോർട്ടിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് റിസോർട്ട് കാണിക്കാത്തത്. ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ, നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് തന്നെയാണ്. ഒരു കളം.
ആ കളത്തിൽ അവിടെ നെല്ലൊക്കെ ശേഖരിക്കുന്ന ഒരു പാറപ്പുറത്തുള്ള അവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന പശ്ചിമഘട്ട മലനിരകളൊക്കെ കാണാൻ സാധിക്കും. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ആ മലനിരകളൊക്കെ നല്ല വ്യൂവിൽ തന്നെ അതിൻ്റെ അടുത്ത് ആ കളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ എന്താ പറയുക, ഈ ഒരു സ്ഥലത്തിൻ്റെ അത്രയും ഭംഗിയുള്ള ഒരു ഭാഗമാണ് ആ ഒരു കളം എന്ന് പറയുന്നത്. അതുപോലെ നേരത്തെ ഒരു വണ്ടി പോയത് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഇത്രയും ചെറിയ സൗകര്യം മാത്രമേ ഈ ഒരു വഴിയിൽ ഉള്ളൂ. പക്ഷേ റോഡാണെങ്കിൽ വളരെ മോശമാണ്. 2 വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡാക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു വഴിയാണിത്. ശരിക്കെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പറയുന്നത് പോലെ നമ്മുടെ എന്താ പറയുക, ഗ്രാമത്തിൻ്റെ ആ ഒരു തനിമ, ആ ഭംഗി, വൈക്കോലൊക്കെ കൂട്ടിയിട്ടേക്കുന്നത് കണ്ടോ നിങ്ങൾ? എന്താ രസമല്ലേ? ഇതൊക്കെ ഒരു വൈബ് തന്നെയാണ്. ഇങ്ങനെ ഒരിക്കലെങ്കിലും നിങ്ങൾ വീട്ടിലിരിക്കാതെ എപ്പോഴെങ്കിലുമൊക്കെ യാത്ര ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കൊല്ലങ്കോട് എന്ന് പറയുന്ന ഗ്രാമം. കൊല്ലങ്കോട് എന്ന് മാത്രമല്ല, കേരളത്തിലെ ഇതുപോലുള്ള ഏത് ഗ്രാമമാണെങ്കിലും അവിടേക്കൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ മനസ്സിനൊക്കെ നല്ല സന്തോഷം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 10 മണി നേരമാണ് ഇപ്പോൾ. എന്നാലും സൂര്യൻ നല്ല ഉച്ചയ്ക്ക് തന്നെ ഉദിച്ചു നിൽക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ സ്ക്രീനിൽ കാണാനുണ്ടല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അത്രയും നല്ലൊരു സംഭവം തന്നെയാണ്. അതുപോലെ ഇവിടെ മുന്നിൽ നിങ്ങൾക്ക് കുറേ തോപ്പങ്ങളല്ല കേട്ടോ, തോപ്പുകളൊക്കെ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിലായിട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മാവാണ് അവിടെ നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മുതലമട എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുതലമട എന്ന് പറയുമ്പോൾ നമ്മുടെ കൊല്ലങ്കോടിൻ്റെ അടുത്തുള്ള ഒരു 10 കിലോമീറ്ററിൽ ഒരു 5 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെ മാംഗോ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലങ്കോടും ഒരുപാട് മാങ്ങ കൃഷി ചെയ്യുന്നുണ്ട്. അൽഫോൺസ, നീലൻ, അങ്ങനെ ഒരുപാട് മാങ്ങകൾ എനിക്ക് പേരെടുത്ത് പറയാനായിട്ട് ഇപ്പോഴൊന്നും ഓർമ്മയിൽ വരുന്നില്ല. എങ്കിലും അത്യാവശ്യത്തിന് നല്ല രീതിയിലുള്ള മാങ്ങകളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ മുതലമട മാംഗോ സിറ്റി ആയതുകൊണ്ട് തന്നെ, അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് മാവ് കൃഷി ഉണ്ട് എന്നതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ മാവും തോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഇതിന് മുമ്പിലായിട്ട് തന്നെ ഈ മാവും തോപ്പൊക്കെ ഉള്ളത് നല്ല വലിയ മാവും തോപ്പ് തന്നെയാണ്. കുറേ അങ്ങോട്ട് നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ച് മാങ്ങയൊക്കെ ഉള്ള സമയമല്ലാത്തത് കൊണ്ടായിരിക്കണം. എന്നാലും ചില മാവൊക്കെ പൂത്തിട്ടുണ്ട്, അത് വേറെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്ന ആ ഒരു ഭാഗമാണ് ഈ പറയുന്ന പെരിങ്ങോട്ടുശ്ശേരി കളം എന്ന് പറയുന്ന ആ ഒരു സംഭവം. അവിടെ ഒരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ടില്ലേ, അത് ഇവിടുത്തെ ആൾക്കാരെ, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം അതായത് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ബോർഡ് വെക്കേണ്ട അവസ്ഥ വരുന്നത്. കേരളത്തിലുള്ളവരാ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരായാലും ആരായാലും ഇതുപോലുള്ള കളങ്ങളൊക്കെ അത്രയും ഭംഗിയിൽ പരിപാലിക്കേണ്ട, അത്രയും സൂക്ഷ്മതയോടുകൂടി പരിപാലിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അവിടെ ഇരുന്ന് വെള്ളം അടിക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇടുക, വേസ്റ്റ് ഇടുക, ഇതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. അതൊക്കെ ചെയ്യുന്നവരെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഇതാണ് ആ കളം എന്ന് പറയുന്നത്. ഈ കളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നെല്ലൊക്കെ ഉണക്കി ശേഖരിക്കുന്ന ആ ഒരു ഏരിയയാണിത്. അവിടുത്തെ ആ ഒരു വ്യൂ ആണ് നിങ്ങൾ മുന്നിൽ കാണുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു പാടശേഖരം, അതിൻ്റെ പച്ചപ്പ് നമുക്ക് എടുത്തു കാണിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ കാണാവുന്ന കാര്യം തന്നെയാണ്. എന്ത് ഭംഗിയാണല്ലേ, നിങ്ങൾ നോക്കിയ പാടശേഖരം കാണാനായിട്ട് എന്ത് രസമാണല്ലേ. ഇതൊക്കെ ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കൊല്ലങ്കോട് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുക എന്ന് ഉദ്ദേശിച്ചത് വീക്കെൻഡിലൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ദിവസം ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ 2 ദിവസം, വീക്കെൻഡിലെ ശനിയും ഞായറും മുടക്കാണെങ്കിൽ നിങ്ങൾ മറ്റെവിടേക്കും പോകാതെ ഇതുപോലെയുള്ള യാത്രകളൊക്കെ കുടുംബമായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ചെയ്യാവുന്നതാണ്. കൊല്ലങ്കോടിലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തത് വന്നത് മുതലമടയിലേക്കാണ്. മുതലമട എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാകും. ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാരണം വെട്ടം സിനിമ, അതുപോലെ തന്നെ ഹൃദയം സിനിമ, അങ്ങനെ പല പല സിനിമകളും, തെലുങ്ക്, തമിഴ്, അങ്ങനെ എല്ലാ ഭാഷയിലുള്ള സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മുതലമട എന്ന് പറയുന്നത്. മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഈ മുതലമട എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന ആ ഒരു മനോഹരമായ ഗ്രാമം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ സ്റ്റേഷനിൽ മുഴുവൻ പേരാലുകളാണ്. പേരാലുകളുടെ
ആ ഒരു ഭംഗിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയും ഭംഗിയുള്ള, അത്രയും മനോഹരമായ, ശരിക്കും രാവിലെയൊക്കെ വരികയാണെങ്കിൽ കിളികളുടെ ശബ്ദവും അതുപോലെ കളകള നാദങ്ങളും അങ്ങനെ പല ശബ്ദങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു ഭംഗിയും ആ കോടമഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു സംഭവമൊക്കെ കണ്ടുകൊണ്ട്, മഴക്കാലത്താണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേ വേണ്ട, മഴയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ കാണാനൊക്കെ ഒരു അടിപൊളി ലുക്ക് തന്നെയാണ്. അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ യാത്ര ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.